അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്തയുടെ മദ്രസയിൽ വാർഷിക പരീക്ഷകളാണ് നടക്കുന്നത്. 3ാം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങളുടെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വായിക്കുന്നത്. പരീക്ഷയ്ക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വീഡിയോ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കേൾക്കുക, പഠിക്കുക. അല്ലാഹു തആല പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി ലിസാനാണ് വായിക്കുന്നത്. ഒന്നാമത് ഇജ്അൽ അലാമത ലിസ്സഹീഹി, ശരിക്ക് ശരി അടയാളപ്പെടുത്താനാണ്. യാ വലദു അൻത സ്വാദിഖുൻ, ഓ കുട്ടി നീ സത്യസന്ധനാണ്. ഇവിടെ വലത് മുദക്കറായതുകൊണ്ട് അഥവാ പുരുഷലിംഗമായതുകൊണ്ട് അൻത എന്നാണ് പറയേണ്ടത്. ആണിനോട് അൻത എന്നും പെണ്ണിനോട് അൻതി എന്നുമാണല്ലോ പറയേണ്ടത്. 2, യാ ഉമ്മി അൻതി ആലിമത്തുൻ, ഓ ഉമ്മ നീ പണ്ഡിതയാണ്. ഇവിടെ ഉമ്മ മുഅന്നസ് ആയതുകൊണ്ട് പെണ്ണായതുകൊണ്ട് അൻതി എന്നാണ് വായിക്കേണ്ടത്, കൊടുക്കേണ്ടത്. 3, യാ മുസ്ലിമാത്തു അൻതുൻ അഖ്വാത്തുൻ, ഓ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ സഹോദരിമാരാണ്. അപ്പൊ സ്ത്രീകളോടാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എന്താ കൊടുക്കേണ്ടത്? അൻതുന്ന എന്നാണ് കൊടുക്കേണ്ടത്. 4, യാ ബനാത്തു അൻതുന്ന ജാലിസാത്തുൻ, ഓ പെൺമക്കളെ നിങ്ങൾ ഇരിക്കുന്നവരാണ്. ഇവിടെ സ്ത്രീകളായതുകൊണ്ട് ബനാത്തു എന്നാണ് കൊടുക്കേണ്ടത്. പെൺമക്കൾ, ഔലാദ് എന്നുള്ള ആൺകുട്ടികളാണത്, യോജിച്ചതല്ല. 5, യാ വലതു ഹൽ അൻത ദാഹിബുൻ, ഓ കുട്ടിയെ നീ ആരാണ്, നീ പോകുന്നവനാണോ, ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ അൻത, യാ വലതു ആൺ, ഹൽ അൻത ദാഹിബുൻ, ഓ കുട്ടി നീ പോകുന്നവനാണോ. അൻത എന്ന് വന്നപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആൺകുട്ടിയാണ്, വലത് എന്നാണ് കൊടുക്കേണ്ടത്. 6, യാ റിജാലു അൻതും സ്വാദിഖൂൻ, ഓ മനുഷ്യരെ പുരുഷന്മാരെ നിങ്ങൾ സത്യസന്ധരാണ്. അപ്പൊ ഇവിടെ അൻതും എന്നാണ് കൊടുക്കേണ്ടത്. അൻതും എന്നുള്ള നേരത്തെ പറഞ്ഞു, ആണുങ്ങളോടാണ് പറയേണ്ടത്. അൻതുന്ന എന്ന് പെണ്ണുങ്ങളോട് പറയേണ്ടത്. പൻത അൻതി അൻതുന്ന, ഈ ലമീറുകൾ എവിടെയാണ് എങ്ങനെയാണ് ചേർക്കേണ്ടത് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. 2ാമത്തെ നമുക്ക് നോക്കേണ്ട നൂസുൽ ബിൽ മുനാസിബി, ബ്രാക്കറ്റിലെടുത്ത് പൂരിപ്പിക്കാനാണ്. 1, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി നബിയുന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയാണ്. അപ്പൊ നബിയുന എന്ന് കൊടുക്കേണ്ടത്. 2, അൽ ഹിന്ദു വത്തനുന, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. 3, ഉമ്മുന റാഹിമത്തുൻ, നമ്മുടെ ഉമ്മ കരുണയുള്ളവളാണ്. അർത്ഥം നോക്കിയിട്ട് കൊടുക്കേണ്ടത്. 4, അൽ ഇസ്ലാമു ദീനുന, ഇസ്ലാം നമ്മുടെ ദീനാണ്. 5ാമത്തെ ഷൈത്താൻ അദുവുന, പിശാച്ച് നമ്മുടെ ശത്രുവാണ്. 6, അൽ കഅബത്തു ഖിബലത്തുന, കഅബ നമ്മുടെ ഖിബലയാണ്. വളരെ സിമ്പിളാണ്. 3ാമത്തത് നുത്തിമ്മു പൂരിപ്പിക്കാനാണ്. 1, മിൻക നർജു റഹ്മത്തൻ അൻത അർഹമുർ റാഹിമീൻ, ആ ബൈത്താണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പൂരിപ്പിക്കണം. നന്നായിട്ട് പഠിക്കാം. അതിന്റെ ബാക്കി 2, ഇസ്തജിബ് ദുആഅന ലാ തറുദ്ദൻ ഖായിബീൻ. 3, അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബന. 4, യാ സാത്തി ശുക്രൻ ലക്കും. ആ കാര്യങ്ങൾ കാണാതെ പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. 4ാമത്തെ നുൻഷിഉൽ അസ്ഇലത കമാമിൽ മിസാലി, കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ തന്നെ ചോദ്യം ഉണ്ടാക്കാനാണ്. ഐനൽ കിതാബു, കിതാബ് ഇവിടെ. അൽ കിതാബു ഫിൽ ഹഖീബത്തി, കിതാബ് ബാഗിലുണ്ട്. 1ാമത്തെ അൽ ഖാതമു ഫിൽ ഖിൻസരി, മോതിരം ചെറുവിരലിലാണ്. അപ്പൊ എന്താ ചോദിക്കേണ്ടത്? മോതിരം എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഐനൽ ഖാത്തം, എവിടെയാണ് മോതിരം. 2, അബി ഫിൽ മിസ്റായി, എൻ്റെ ഉപ്പ കൃഷിയിടത്തിലാണ്. അപ്പം എന്താ ചോദിക്കേണ്ടത്? ഐന അബൂക്ക, അതിൻ്റെ ഉപ്പ എവിടെയാണ്. 3, നാം ഫിൽ ബീരി മാഉൻ കസീറുൻ, കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്. അതേ കിണറ്റിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പം എന്താ ചോദിക്കേണ്ടത്? ഹൽ ഫിൽ ബീരി മാഉൻ കസീറുൻ, കിണറ്റിൽ ധാരാളം വെള്ളമുണ്ടോ. 4, കൈഫ ഹാലിക്കും, നിങ്ങളെ ഹാൽ എന്താണ്, അവസ്ഥ എന്താണ്. സൈൻ അൽഹംദുലില്ലാ, സൈൻ അൽഹംദുലില്ലാ, നല്ലത്, അള്ളാഹുവിന്റെ സ്തുതി. ഇവിടെ കൈഫ ഹാലുക്കും എന്നാണ് ചോദിക്കേണ്ടത്. 5ാമത് മുത്തർജിമു, പരിഭാഷപ്പെടുത്ത, ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. 1,
ഫിസ് സമാഇ ഹിലാലുൻ, ആകാശത്ത് ചന്ദ്രനുണ്ട്. 2 അല ശരീരി ഫിറാഷുൻ, കട്ടിലിൽ വിരിപ്പുണ്ട്. ഇനി നമുക്ക് 6ാമത്തെ നോക്കാം. മുഅർരിബു, അറബിയിൽ എഴുതാനാണ്. 1 ഉമ്മ വീട്ടിലാണ്. അൽ വാലിയത്തു ഫിൽ ബൈത്തി. 2 നിന്റെ ഉമ്മയുടെ പേരെന്താണ്? മസ്മ ഉമ്മിക്ക. 3ാമത്തത് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പുതിയ മൊബൈൽ ഫോൺ ഉണ്ട്. അങ്ങനെ പറയാം, ഇന്ദ അബി ജവാലുൻ ജദീദത്തുൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫിഖ്ഹിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് വായിക്കാം. 1 ശരിക്ക് ശരി നൽകാനാണ്. വൃത്തിയായിട്ട് നന്നായിട്ട് വായിച്ചാൽ തന്നെ അതിന് ഉത്തരം എഴുതാൻ പറ്റും. 1 നിസ്കാരത്തിൽ സലാം വീട്ടി ഉടനെ ചൊല്ലണം. അൽഹംദുലില്ലാ അസ്തഗ്ഫിറുല്ലാ ചൊല്ലേണ്ടത് അസ്തഗ്ഫിറുല്ലാ, അതാണ് ശരി. 2 നിസ്കാരത്തിൽ 2ാം സലാം വീട്ടൽ സുന്നത്താണോ നിർബന്ധമാണോ? നിർബന്ധമാണ്, നിർബന്ധം. 3 സുജൂദിൽ തലയുടെ ഭാരം നിലത്തു പതിയണം. നിലത്തു പതിയേണ്ടതില്ല, അതാണ് ശരി. നിലത്തു പതിയണം എന്നുള്ളതാണ് അല്ലേ. 4ാമത്തത് 2 സുജൂദിനിടയിൽ ഇരിക്കല് സുന്നത്താണ്, ഫർളാണ്. എന്താണ് ഉത്തരം? ഫർളാണ്. 5ാമത്തത് വലാ യഅ്സു മൻ അലൈക ആദയത, വലാ യഅ്സു മൻ ആദയത, അത് ഖുനൂത്തിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6ാമത്തത് തബാറക്ത റബ്ബന വ തആലൈത, വ തആലൈത എന്നാണ് ശരി. അതും കുനൂത്തനാ. വ തആലംത തെറ്റാണ്. നന്നായിട്ട് കുനൂത്ത് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. 2ാമത്തെ 2 വീതം എഴുതാം. 2 എഴുതാം ഓരോന്നിന്. 1 നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്, അത് 2 എഴുതിയാൽ മതി. 1 നിസ്കാരത്തിന്റെ ഫറളുകളിൽ വല്ലതും ഒഴിവാക്കാം. 2ാമത്തെ ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരൽ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ടെസ്റ്റ് നോക്കി പഠിക്കുക. 2ാമത്തത് നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങൾ, അത് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഒരു കാലിൽ നിൽക്കൽ, 2ാമത്തെ നിസ്കാരത്തിലെ കാൽ ചേർത്ത് വെക്കൽ. 3ാമത്തെ ഫാത്തിഹ ഓതുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അക്ഷരങ്ങളെ മഖ്റജുകള്, വിശേഷണങ്ങൾ, 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 2 എഴുതിയാൽ മതി. 3ാമത്തെ പൂർത്തിയാക്കാം. 1 മിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്തി മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അത്തഹിയാത്തിന്റെ ദുആണ്. 2 വഅല ആലി ഇബ്രാഹിമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്, അതും അത്തഹിയാത്തിലെ ഇബ്രാഹിമിയ സ്വലാത്താണ് അല്ലേ. 3ാമത്തെ അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിന്റെ വചനം. വറഹ്മത്തുള്ളാ എന്ന് കൂടി പറയൽ സുന്നത്തുണ്ട് സലാം കിട്ടുമ്പോഴേ. 4ാമത്തത് അത്തുമൈനീനത്തു, അനക്കം അടങ്ങുക എന്നാണ് ഇതിന്റെ വിവക്ഷ. വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് 4ാമത്തെ വായിക്കാം, ഉത്തരം എഴുതാം. അതിൽ 1ാമത്തെ ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം മടക്കി നിസ്കരിപ്പിച്ച നിസ്കാരം ഏതാണ്? ഇതാണ് ഉത്തരം. തുമൈനീനത്തില്ലാത്ത നിസ്കാരം. 2 ഒരു വിശ്വാസിയെ കൂടുതൽ അല്ലാഹുമായി അടുപ്പിക്കുന്ന ഇബാദത്ത് ഏതാണ്? നിസ്കാരം അല്ലേ. 3ാമത്തത് ഉളൂഇന് നിസ്കാരത്തിന്റെ സമയമായി എന്ന് ഉറപ്പുവരുത്തണമാര്? നിത്യവും അശുദ്ധിയുള്ളവര്. 4ാമത്തെ ചോദ്യം എന്താണ്? നജസിൽ പെടാത്ത ശവങ്ങൾ ഏതാണ്? മനുഷ്യൻ, മത്സ്യം, ജറാദ്, ഈ 3 ചത്താലും നജസല്ലാത്തത്. 5ാമത്തെ ചോദ്യം വിസർജനം ഹറാമാണ് ഇവിടെ? മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും അല്ലെ. ഇനി നമുക്ക് നോക്കുന്നത് 5ാമത്തെ വ്യക്തമാക്കാം. അതിൽ 1ാമത്തെ ചോദ്യം ഫർളായ കുളിയുടെ നിയ്യത്ത് എന്താണെന്നുള്ള ചോദ്യം. എന്താണ്? കുളിയുടെ ഫർളിനെ ഞാൻ വീട്ടുന്നു. 2ാമത്തെ ചോദ്യം എന്താണ്? ഉളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ടത് അഊദു ബിസ്മി ഷഹാദത്തൈനി അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തുഹൂറാ. അഊദു ബിസ്മി 2 ഷഹാദത്ത് ഉണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അതും പിന്നെ അൽഹംദുലില്ലാഹി ജഅലൽ മാ തുഹൂറാ, അങ്ങനെ എഴുതിയാൽ മതി ചുരുക്കിയിട്ട്. 3ാമത്തെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ, ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്, അതാണ് ഉത്തരം. 4ാമത്തെ ചോദ്യം അസ്സലാത്തു ഖൈറും മിനന്നൗ എന്ന് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? സ്വദഖത വബരിർത.
അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് അല്ലാഹു അക്ബർ. ആറാമത്തതാണ്, ക്രമത്തിലാക്കാനാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ദുആയുടെ ഓരോ വേർഡുകൾ ഇങ്ങനെ എന്ത് ചെയ്താണ്, തെറ്റിച്ചു കൊടുത്തേക്കാണ്. അത് ക്രമത്തിൽ എഴുതിയാൽ മതി. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഇനി ഏഴാമത്തെ പൂരിപ്പിക്കാം. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അത് ഏതാണത്? സുജൂദിന്റെ ഇടയിൽ ചൊല്ലേണ്ട ദുആൻ, ദിക്റാണ്. എട്ടാമത്തെ അർത്ഥം എഴുതാം. ഒന്ന്, ഓ ബാരിക് ലീ ഫീമാ അഅതൈത. ഖുനൂത്തിൽപ്പെട്ടതാണല്ലോ. എന്താണ് അർത്ഥം? നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ. ഓരോ പാഠങ്ങളും മനസ്സിലാക്കി വായിച്ചാൽ തന്നെ മുഴുവൻ മാർക്ക് വാങ്ങാം. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് അഖ്ലാഖാണ്. ഇതൊക്കെ 2023-24 ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്ക് ശരി നൽകാം. ഒന്നാമത്തത്, സ്ത്രീ കിടന്നുറങ്ങരുത്. കമിഴ്ന്നിട്ടോ മലർന്നിട്ടോ. മലർന്ന്, അല്ലെ, അതാണ് ഉറങ്ങാൻ പാടില്ലാത്തത്. 2, ഒരു പകുതി മരണമാണ് ഉറക്കം, ചിന്ത. ഇതാണ് ശരി, ഉറക്കം. മൂന്നാമത്തത്, സ്വർണം ധരിക്കൽ പുരുഷന് സുന്നത്താണ്, ഹറാമാണ്. ഏതാണ് ശരി, ഹറാമാണ്. നാലാമത്തത്, ഈമാനിന്റെ പകുതിയാണെന്ത്? ദുഃഖം, ക്ഷമ. ഏതാണ്? ക്ഷമ. അഞ്ചാമത്തത്, അന്നപാനീയങ്ങൾ അള്ളാഹു നൽകുന്ന വലിയ സ്വതക്കയാണ്, അനുഗ്രഹമാണെന്നാണ്. അനുഗ്രഹമാണ്, അല്ലെ. ആറാമത്തത്, നമീമത്ത് ഇഷ്ടവിനോദമാണ്. ഫിർഔൻ ഇബ്ലീസ്. ആർക്കാണ്? ഇബ്ലീസിനാണ്. ഇനി രണ്ടെണ്ണം വീതം എഴുതിയാൽ മതി. ഒന്ന്, ഉറക്കിന്റെ മര്യാദകൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഒന്ന്, മിസ്വാക്ക് ചെയ്യുക. 2, വുളു എടുക്കുക. രണ്ടെണ്ണം അതിൽ എഴുതിയിട്ടുള്ളത്. രണ്ടാമത്, സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത് 2 എഴുതിയാൽ മതി. സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. മറ്റൊന്ന്, പുരുഷന്മാരോട് ഇടകലര. മൂന്നാമത്തെ ചോദ്യം എന്താ? ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ 2 എഴുതിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാം. നിൽക്കുന്നവൻ ഇരിക്കുക. നാലാമത്തത്, ഭക്ഷണ മര്യാദകൾ. 1, ആദ്യവും അവസാനവും 2 കൈയും വായും കഴുകുക. മറ്റൊന്ന്, ഇരിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കാനാണ്. 1, ഒരാളും നിന്ന് കുടിക്കരുത്. മറന്ന് കുടിച്ചു പോയാൽ അവൻ ഛർദിച്ച് കളയട്ടെ. രണ്ടാമത്തെ, യാശനിക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല. മൂന്നാമത്തത്, ചീത്തകാര്യങ്ങളിൽ സഹായിക്കുന്നവർ പിശാച്ചിന്റെ സുഹൃത്തുക്കളായിരിക്കും. 4, ഔലിയാക്കളെ നേതാവാണ് ആര്? മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ. ഇനി നാലാമത്തെ എന്താ ചോദ്യം? ശരിയായി എടുത്തെഴുതാം. ശരി മാത്രം എടുത്തെഴുതിയാൽ മതി. മറ്റുള്ള നന്മയിൽ സന്തോഷിക്കും. ഗീബത്ത് പറയുന്നവനെ തടയും. കയ്പുള്ളതാണെങ്കിലും ഞാൻ സത്യം പറയൽ, ഞാൻ പുഞ്ചിരിച്ച് സലാം പറയുന്നവനാണ്. ഇത് ശരിക്ക് നോക്കി ഇത് ശരി എഴുതാം. 1, മറ്റുള്ള നന്മയിൽ സന്തോഷിക്കണം. ഗീബത്ത് പറയുന്നവനെ തടയണം. ഞാൻ പുഞ്ചിരിച്ച് സലാം പറയുന്നവനാണ്. ഇത് 3 മാത്രം ശരിയുള്ളൂ, മറ്റേ തെറ്റാണ്. കയ്പുള്ളതാണെങ്കിലും ഞാൻ സത്യം പറയില്ല, അത് തെറ്റാണ്, അത് എഴുതണ്ട. ഇനി അഞ്ചാമത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ എന്താണ്? അഹങ്കാരത്തോടെ വസ്ത്രം നിലത്ത് വലിച്ചേക്കുന്നവനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണ്? അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തത്, അള്ളാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താണ് അതിനുത്തരം? അവൻ പരിശുദ്ധനാണ്. മൂന്നാമത്തെ ചോദ്യം, ഇൽമ് നാഫിയാകുന്ന എപ്പോഴാണ്? പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്, അല്ലെ. നാലാമത്തെ ചോദ്യം, മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ ആരാണ്? അവരിൽ സ്വഭാവം നന്നായവരാണ്. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? നമീമത്ത് എന്നാൽ എന്ത്? ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയലാണെന്ത്? നമീമത്ത് എന്നുള്ളത്. ഇനി ആറാമത്തെ പൂരിപ്പിക്കാം. 1, ഒമൻ കഫ വലബഹു കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. 2, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ മാതനി വ ഇലൈഹിൻ നുശൂർ. ഇതൊക്കെ കാണാതെ പഠിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന തജ്വീദാണ്. ഉദാഹരണങ്ങൾ വേർതിരിക്കാം. കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ. യുംബിത്തു അന്നംത അലൈഹിം കിറാമിൻ ബററ മിർ റസൂലിൻ ഫീ കിതാബിൻ മുബീൻ
അൻതും അതിനിൻ തജ്രി ഫി ജന്നത്തിൻ ആലിയ. ഇത് നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. അൽ ഇൽഹാർ, ഇൽഹാറിന്റെ ഉദാഹരണങ്ങൾ. ഇൽഹാർ എന്ന് പറഞ്ഞാല് വെളിവാക്കലാണല്ലോ. നൂനെ തൻവീന് വെളിവാക്കിയോതാ. അൻഅംത അലൈഹിം ഫി ജന്നത്തിൻ ആലിയ, ഫി ജന്നത്തിൻ ആലിയ അവിടെ. 2 അൽ ഇഖ്ലാബ് യുംബിതു കിറാമിൻ ബററ, മീമാക്കി മറിച്ചു ഉന്നത്തയിലാണല്ലോ. ഇദ്ഗാമ ബിഗുന്നയുടെ ഉദാഹരണം അതാ. ഫി കിതാബിൻ മുബീൻ, തൻവീന് ശേഷം 4 അക്ഷരങ്ങൾ വരാ. യാവ് വാവ് മീമ് നൂന്, മീമ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയായത് അല്ലേ. ഇനി ഇദ്ഗാം ബിലാഗുൻ മിർ റസൂലിൻ, സാക്കിൻ ഉന്ന തൻവീന്റെ ശേഷം ഏത് വരാ, റാമോ ലാ വരാ. ഇവിടെ ഏതാ വന്നിട്ടുള്ളത്, റാ ആണ് വന്നിട്ടുള്ളത്. ഇഖ്ഫാ അൻതും അതിനിൻ തജ്രി, മറച്ചു മണിക്കലാണ് അല്ലെ. സാക്കിനുവിന്റെ തൻവീന് ശേഷം 15 അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യാ, മറച്ചു മണിക്കലാണ്. അപ്പൊ എന്ത് ചെയ്യാ, അവിടെ ഇഖ്ഫാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ശരിക്ക് ശരി നൽകാൻ ശരിട്ടാ മതി. ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ എത്ര, 15 അല്ലെ. 2 ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളോ. ഇദ്ഗാം ബിഗുന്ന എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം, ഷദ്ദോട് കൂടി മണിക്കണം. 3 ഇഖ്ഫാ, തരിമൂക്കിലേക്ക് മറച്ച് മണിക്കലാണ്. 4 മണിക്കൽ ഉണ്ടാവുന്ന എവിടെ നിന്നാ, തരിമൂക്കിൽ നിന്നാണ്. 5 സുക്കൂൻ വരികയില്ല എവിടെ, പദത്തിന്റെ തുടക്കത്തിൽ വരാതിരിക്കുക. 6 മണിക്കേണ്ടുന്ന അറഫുകൾ ഏതാണ്, മീമും നൂനാണ് അല്ലെ. 3 പൂർത്തിയാക്കാം. 1 കലിമത്തിന്റെ അവസാനത്തിൽ മാത്രമേ സുക്കൂൻ ഉണ്ടാവൂ. 2 ജൗഫ് എന്നതുകൊണ്ട് വായയുടെ ഉൾഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. 3 തരമൂക്കിന് അറബിയിൽ പറയുന്നത് ഖൈശൂം. 4 മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത് ഗുന്നത്ത്. 5 വിശുദ്ധ ഖുർആൻ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കാലത്തിലേക്കും അനുയോജ്യമാണ്. ഇനി 4 ഉത്തരം എഴുതാനാണ് ചോദ്യം. 1 ചോദ്യം എന്താണ്, ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയാണ്, ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് അല്ലെ. 2 ചോദ്യം, മഖ്റജ് എന്ന് പറയുന്നത് എന്താണ്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ്. 3 അഖ്സൽ ഹൽഖ് എന്ന് പറയുന്ന എന്തിനാണ്, തൊണ്ടയുടെ താഴെ അറ്റത്തിന്. 4 ചോദ്യം എന്താണ്, നാവിൽ നിന്ന് 10 സ്ഥാനങ്ങളിൽ നിന്നായി എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നു, 18 അക്ഷരങ്ങളാണ്. 5 ഫാ, വാവ്, ബാ, മീം എന്നിവ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്, മഖ്റജ് എഴുതാനാണ്. 2 ചുണ്ടിൽ നിന്ന്. 5 വ്യക്തമാക്കാം, റായിന്റെ മഖ്റജ് എന്താണ്, നാവിന്റെ തലയുടെ മുതുകും മേലെ മുമ്പല്ലിന്റെ ഊനും. 2 ലൊമ്മിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്, വാവാണ്. ഇനി 6 താഴെ കൊടുത്തവയിൽ ഇല്ലാത്ത ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ എഴുതാം. കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇഖ്ഫാന്റെ അക്ഷരങ്ങൾ, അതില്ലാത്ത അക്ഷരങ്ങൾ എഴുതേണ്ടത് ത്വാ, ഫാ, ഖാഫ്, കാഫ് അല്ലെ. ഇനി നമ്മൾ അഖീദയാണ് വായിക്കുന്നത്. 1 യോജിച്ചവ ചേർക്കാം. 2 ആ ഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്താൽ എടുത്ത് എഴുതാനാണ്. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കലാണ്. ഫത്താനത്ത് ബുദ്ധികൂർമ്മത, ഖിയാനത്ത് വഞ്ചന, കദിബ് കളവ് പറയാം, ബലാദത്ത് ബുദ്ധിമാദ്യം, റൈഹാൻ സുഗന്ധ ചെടി, അമാനത്ത് വിശ്വസ്തത. ഇതൊക്കെ ബുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓരോ പദങ്ങളുടെ അർത്ഥങ്ങൾ എഴുതാനാണ്, എടുത്തെഴുതാം. 2 പൂർത്തിയാക്കാം. 1 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. 2 നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. 3 ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. 4 എന്താണ്, ഖുർആൻ ഓതാത്ത കപട വിശ്വാസി ആരാണ്, ആട്ടങ്ങ പോലെയാണ്. 5 പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. ഇനി 3 കിതാബുകളുടെ ഭാഷ എഴുതാം. 4 കിതാബിന്റെ ഭാഷ എഴുതാനാണ്. ഖുർആന്റെ ഭാഷ ഏതാണ്, അറബി അല്ലെ. ഇഞ്ചീലിന്റെ ഭാഷ സുരിയാനിയാണ്. സബൂറ യൂനാനി, തൗറാത്ത് ഇബ്രാനിയാണ്. ഇനി 4 നോക്കാം നമുക്ക്. ഉത്തരം എഴുതാം. 1 ചോദ്യം, നന്മയുടെ പ്രതിഫലം എന്താണ്, സൗഖ്യം നിറഞ്ഞ സ്വർഗം. 2 ഓരോ മനുഷ്യരുടെയും വലതും ഇടത്തുഭാഗത്തുള്ള മലക്കുകൾ ആരാണ്, റഖീബ് അതീദ് അലൈഹിസ്സലാം. 3 ചോദ്യം, സത്യവിശ്വാസം എന്നാൽ എന്താണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് അല്ലേ? നാലാമത്തെ ചോദ്യം, മലക്കുകളിൽ ഉത്കൃഷ്ടനായ മലക്ക് ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം, ഏറ്റവും ശ്രേഷ്ഠമായ മലക്ക്. അഞ്ചാമത്തെ ചോദ്യം, ഖുർആൻ ഇറക്കപ്പെട്ടത് എന്തിനാണ്? എല്ലാ കാലത്തിലെ ജനങ്ങൾക്കും നേർവഴി കാണിക്കാൻ വേണ്ടി. ഇനി അഞ്ചാമത്തത് രണ്ടെണ്ണം എഴുതിയാൽ മതി. ഒന്ന്, ഉലുൽ അസ്ം എന്ന് പറയപ്പെടുന്ന നബിമാര് രണ്ടാളെ പേര് എഴുതുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഏതെങ്കിലും രണ്ടുപേരെ പേര് എഴുതിയാൽ മതി. രണ്ടാമത്തെ ഏടുകൾ ഇറക്കപ്പെട്ട നബിമാര് ആദം നബി, ഇബ്രാഹിം നബി. ഇനി ആറാമത്തൊന്ന് നോക്കാം, പൂരിപ്പിക്കാം. എല്ലാ സ്വൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബി തങ്ങൾ. 2, ഇഖ്റഅൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി എന്നാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന താരീഖാണ്. അതിൽ ഒന്നാമത്തെ ശരിയിടാൻ തന്നെയാണ്. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭാര്യ ആരാണ്? അസ്മാ ബീവിയാണ് അല്ലെ? 2, അബൂ സുഫിയാന്റെ മകളെ പേരെന്താ? ഉമ്മു ഹബീബ. മൂന്നാമത്തെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭാര്യ ആരാ? റുഖയ്യ ബീവിയാണ്. 4, പൂർവവേദം പഠിച്ച പണ്ഡിതൻ ആരാണ്? വറഖത്ത് ബിൻ നൗഫൽ. 5, അഞ്ചാമത്തെ ജബലുൻ നൂറിലാണ് ഹിറാ ഗുഹ. ജബലുൻ നൂറിൽ ഏതാണ്? ഹിറാ ഗുഹയാണ്. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിമിന്റെ മാതാവ് ആരാണ്? ചോദ്യം. ആരാണ്? മാരിയത്തുൽ ഖിബ്തിയ്യ. 7, സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് ആരാണ്? ഖദീജ ബീവിയാണ്. ഇനി രണ്ടെണ്ണം എഴുതിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെൺമക്കൾ 1 സൈനബ്, 2 റുഖയ്യ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ അതൊക്കെ അക്രമം, അനീതി. 2 ഇതൊക്കെ. 3, ഭയന്ന് വിറച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാന്തനപ്പെടുത്തി ഖദീജ ബി പറഞ്ഞത് എന്താണ്? താങ്കൾ വ്യസനിക്കേണ്ടതില്ല, അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവടിയുകയില്ല. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനായ അബ്ദുല്ലായുടെ ഉപനാമങ്ങൾ തയ്യിബ്, താഹിർ. 3, ഉത്തരം എഴുതാം. 1 ചോദ്യം, ഖുർആനിൽ വന്ന മക്കയുടെ ഉപനാമങ്ങൾ ഏതല്ല? മറ്റു പേരുകൾ നടത്തും. ഏതൊക്കെയാണ്? ഉമ്മുൽ ഖുറ, ബക്ക. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രവും പിതാവിന്റെ പേരും എഴുതാം. ബനു സുഹറ, വഹബാൻ. 3, ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ്? സംസം എന്ന ജലം ഉറവെടുത്തപ്പോൾ. 4 ചോദ്യം, മുലകുടി നിർത്തിയതിന് ശേഷം എത്ര കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബിയുടെ കൂടെ ഉണ്ടായിരുന്നത്? എത്ര കാലമാണ്? 2 വർഷം. 5 ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട യഹൂദി പണ്ഡിതൻ എന്താണ് പറഞ്ഞത്? ഈ മരച്ചുവട്ടിലിരിക്കുന്നത് നബിയല്ലാതെ മറ്റാരുമല്ല. തൗറാത്തിൽ പറയപ്പെട്ട അന്ത്യപ്രവാചകൻ ഇദ്ദേഹം തന്നെയാണ്. ഇനി അടുത്തത് 4 പൂർത്തിയാക്കാനാണ്. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ഫാത്തിമ ബി വഫാത്തായത്. 2, നബുവത്തിന്റെ 6ാം വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത്. 3, ഇപ്പോൾ എത്യോപ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഹബഷ. 4, കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. 5, വ്യക്തമാക്കാം. 1, ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം നബുവത്തിന്റെ 2ാം വർഷം. 2, ഇഖ്റ എന്ന് ആജ്ഞക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി മാ നബി ഖാരിഇൻ അല്ലേ? അതാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 3, ഹബശയിലേക്ക് 1ാമത്തെ ഹിജ്റ പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ്. ഇനി ഇതിൽ അവസാനത്തെ ചോദ്യം പൂരിപ്പിക്കാനാണ്. ആ ബൈത്താണ് പൂരിപ്പിക്കേണ്ടത്. വസബഅത്തുൻ ഔലാദുഹും ഖാസിമു
സൈനബ്, റുഖയ്യ, ഫാത്തിമ, യാ ഫാഹിമു. അല്ലാഹു തആല നാം എഴുതാൻ പോകുന്ന മുഴുവൻ പരീക്ഷകളിലും ഉയർന്ന മാർക്ക് അല്ലാഹു നൽകട്ടെ. പഠിക്കാനും അത് ഉൾക്കൊള്ളാനും പരീക്ഷയ്ക്ക് ഓർമ്മ വരാനുമൊക്കെയുള്ള തൗഫീക്ക്, മഹാഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.